Hello and welcome back. So we'll be discussing the part 2 of Greenpeace movement in this video. അപ്പം ആദ്യത്തെ വീഡിയോ നിങ്ങൾ കണ്ടെന്ന് വിശ്വസിക്കുന്നു. If you haven't, please check the first video in this channel regarding Greenpeace movement part 1 and then you can continue with this video. I will put the link in the description. So without much delay, let's get started. If you are new to this channel, then please do like, share and subscribe and support. Greenpeace movement's objectives. Members of Greenpeace use direct and, as mentioned earlier, non-violent method of protest. അപ്പോൾ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു. സമൂഹത്തിൽ നടക്കുന്ന പ്രകൃതിക്കെതിരായ പ്രശ്നങ്ങൾക്കെതിരെ ഇവർ പ്രൊട്ടസ്റ്റ് ചെയ്തിരുന്നു, സമരം ചെയ്തിരുന്നു. പക്ഷെ അതെല്ലാം നോൺ വയലൻറ്റ് വേ ആയിരുന്നു. ആളുകൾ ആക്രമിച്ചോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടായിരുന്നില്ല. മറിച്ച് ഇവരുടെ രീതികൾ തികച്ചും യുണീക്കും ഭയങ്കര ഡിഫറെൻറ്റ് അപ്രോച്ച് ആയിരുന്നു. സോ ദേ ഹാഡ് എ നോൺ വയലൻറ്റ് അപ്രോച്ച് of protest. The Greenpeace activists' act of protest is unique. They go to the place where an activity that the group considers harmful is occurring. Without using force, they try to stop the activity. അപ്പം ഇവരെവിടെയെങ്കിലും ഒരു പ്രശ്നം നടക്കുന്നു, അതായത് പ്രകൃതിക്കെതിരായ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി നടക്കുന്നു, അതായത് മിസൈൽ ടെസ്റ്റിങ്ങോ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ആ സ്ഥലത്ത് ഇവർ പോയിട്ട് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അവരെ ബുദ്ധിമുട്ട് വരുത്താത്ത രീതിയിൽ അവരെ ആക്ടിവിറ്റിയെ സ്റ്റോപ്പ് ചെയ്യാൻ ശ്രമിക്കും. ഫോർ എക്സാമ്പിൾ, ടു പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് വെയിലിംഗ്, ഗ്രീൻപീസ് മെമ്പേഴ്സ് ഇൻ ബോട്ട്സ് പൊസിഷൻ ദെംസെൽസ് ബിറ്റ്വീൻ വെയിൽസ് ആൻഡ് വെയിലിംഗ് ഷിപ്സ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഇതാണ്. ഇവർ വെയിൽസിനെ ഫിഷിംഗ് വഴി പിടിച്ച് ഓയിൽ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഷിപ്പിലൊക്കെ ആൾക്കാർ പോകുമ്പം ഇവർ ആ ഷിപ്പിനെ ക്രോസ് ആയിട്ട് ബോട്ടുകൾ നിർത്തി അതിനെ തടയാൻ ശ്രമിക്കും. ഞങ്ങൾ വെയിൽസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വന്നവരാണ്. അല്ലെങ്കിൽ ഇപ്പം മരങ്ങൾ മുറിക്കുന്നു, ഡീഫോറസ്റ്റേഷൻ നടക്കുകയാണെങ്കിൽ അവർ ആ മരത്തിന് ചുറ്റും കവർ ചെയ്ത് നിൽക്കുന്നു അല്ലെങ്കിൽ മരത്തെ കെട്ടിപ്പിടിക്കുന്നു. സോ അങ്ങനത്തെ ഒരു യുണീക്ക് വേ ആയിരുന്നു. സോ ഇഫ് ദർ ഇസ് എ വെയിലിംഗ് ഹാപ്പനിങ്, ദേ വിൽ ഇൻ ബോട്ട്സ് ദേ വിൽ സ്റ്റാൻഡ് അക്രോസ് ദി hunters and the whales, and if it is deforestation that is happening, they will find a group of people and they will cover the trees and stand there as a protest. So it's a non-violent way of protesting. Greenpeace is a campaigning organization and organizes public campaigns for the following causes. അപ്പോൾ ഇത് പബ്ലിക് ക്യാമ്പയിൻസും ഇവർ നടത്താറുണ്ട്. അതിന് ഏതൊക്കെ കാരണങ്ങൾക്കാണ് നടത്തുന്നതെന്ന് ചോദിച്ചാൽ ഇത് ഈ ലിസ്റ്റ് ഒന്നും മിനിമം ഓർത്തിരിക്കുക. ഇറ്റ് കീപ്സ് ഓൺ ഇൻക്രീസിങ്. പ്രകൃതിയിൽ ഓരോ പുതിയ കാര്യങ്ങൾ വരുമ്പോൾ അതിനെതിരെ അവർ പ്രവർത്തിക്കും. പക്ഷേ ബേസിക് ആയിട്ടുള്ള ഒരു കോസ് എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഓഫ് ഓഷ്യൻസ് ആൻഡ് ഏൻഷ്യൻറ്റ് ഫോറസ്റ്റ്. ഡെഫിനറ്റ്ലി വി ഡിസ്കസ്ഡ് അബൌട്ട് ഇറ്റ്. ഓഷ്യൻസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക, കാടുകളെ സംരക്ഷിക്കുക, phasing out of fossil fuels and the promotion of renewable energies to stop climate change. അപ്പോൾ റിന്യൂവബിൾ എനർജീസിനെ കൂടുതലായിട്ട് യൂസ് ചെയ്യിപ്പിക്കുക, അല്ലാതെ ഫോസിൽ ഫ്യൂവൽസിനെ എടുത്ത് പ്രകൃതിനെ ഡിസ്റ്റർബ് ചെയ്യാതിരിക്കുക. എലിമിനേഷൻ ഓഫ് ടോക്സിക് കെമിക്കൽസ്, ഫാക്ടറീസ് നിന്നായാലും വീടിൽ നിന്നായാലും ഒക്കെ വരുന്ന ടോക്സിക് കെമിക്കൽസ്, വിഷവാതകങ്ങളെ നിർത്തുക, സോ ദാറ്റ് ഇറ്റ് ഡസൻ പൊല്യൂട്ട് ദി അറ്റ്മോസ്ഫിയർ. Prevention of genetically modified organisms being released into nature. ജനറ്റിക്കലി മോഡിഫിക്കേഷൻ സംഭവിച്ച അല്ലെങ്കിൽ നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതുപോലെ ജനറ്റിക്സിൽ ചേഞ്ച് വരുത്തിയ മൃഗങ്ങളെയും അല്ലെങ്കിൽ അങ്ങനത്തെ ഓർഗാനിസംസിനെ എൻവയൺമെൻറ്റിലേക്ക് വിടാതിരിക്കുക. ടെസ്റ്റിംഗ് നടത്തുന്നത് നിങ്ങളുടെ ലാബിൽ തന്നെ വെച്ചോളൂ, പക്ഷേ അവരെ പ്രകൃതിയിലേക്ക് ഇറക്കി വിടുമ്പോൾ അത് ബാക്കി ആനിമൽസിനെ അഫക്റ്റ് ചെയ്യുന്നു. അവർ തമ്മിലുള്ള മേറ്റിംഗ് സംഭവിച്ചാൽ ഉണ്ടാകാവുന്ന പ്രശ്നങ്ങൾ, ഇതെല്ലാം അതിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർ അതിനെ എതിർക്കുന്നുണ്ട്. ടു എൻഡ് ദ ന്യൂക്ലിയർ ത്രെറ്റ് ആൻഡ് ന്യൂക്ലിയർ കണ്ടാമിനേഷൻ, സേഫ് ആൻഡ് സസ്റ്റൈനബിൾ ട്രേഡ്. സോ ഇത്രയാണ് അവർ മുന്നോട്ട് വെക്കുന്ന ക്യാമ്പയിനിങ്. ഈ ഒരു കോസസിനൊക്കെയാണ് അവർ ക്യാമ്പയിനിങ് നടത്തുന്നത്. ഇത് സെൽഫ് എക്സ്പ്ലനേറ്ററി ആണെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട്സ് നിങ്ങൾക്കുണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ് ചെയ്താൽ മതി. ഞാനൊരു സെപ്പറേറ്റ് ഷോർട്സ് ആയിട്ട് വേണമെങ്കിൽ ഡിസ്കസ് ചെയ്യാം. Greenpeace does not solicit or accepts funding from governments for not compromising its independence, aims, objective or integrity. It relies on the voluntary donation of individual supporters or on grant support from foundations. അപ്പോൾ ഇവർ ഒരിക്കലും ഗവൺമെൻറ്റിൽ നിന്ന് ഫണ്ട്സ് കളക്ട് ചെയ്യാറില്ല ഗ്രീൻ പീസ് മൂവ്മെൻറ്റ്. അതിന് റീസൺ വേറെ ഒന്നുമല്ല. അങ്ങനെ ചെയ്താൽ അവർ ബയസ്ഡ് ആയി പോകും എന്നുള്ളതൊരു പേടിയുണ്ട്. അവരുടെ ഇൻറ്റഗ്രിറ്റി അല്ലെങ്കിൽ അവരുടെ ഇൻഡിപെൻഡൻസിനെ ബാധിക്കും. അതായത് ഇപ്പോൾ ഗവൺമെൻറ് പോളിസിക്കെതിരെ ഇവർക്ക് സംസാരിക്കേണ്ടി വന്നാൽ അത് അപ്പോൾ ഒരു പ്രശ്നമായി മാറാം. സോ ദേ ഡോണ്ട്
accept any kind of funding from government. And the reasons are very clear, because it affects their independence, their objectives, their aims, integrity. Because if in future, if they have to raise their voice against the government policy itself, it might these kind of funding might affect it. So that's why they don't accept any kind of funding from governments. Instead they accept only from വോളണ്ടറി ഡൊണേഷൻസ്. അതായത് ഈ ഗ്രൂപ്പിനെ സപ്പോർട്ട് ചെയ്യുന്ന സ്വന്തം മനസ്സുകൊണ്ട് കൊടുക്കുന്ന ഫണ്ട്സും ഡൊണേഷൻസും ഒക്കെ മാത്രമേ അവർ ആക്സെപ്റ്റ് ചെയ്യാറുള്ളൂ. അല്ലെങ്കിൽ പിന്നെ എന്തെങ്കിലും ഒരു ഓർഗനൈസേഷനൊക്കെ ഫൗണ്ടേഷനിൽ കൊടുക്കണമെന്ന് അവർ ഇഷ്ടത്തിന് വന്ന് കൊടുത്താൽ മാത്രം അവർ ആക്സെപ്റ്റ് ചെയ്യും. Greenpeace has played a pivotal role in ban on toxic waste exports to less developed countries. അതായത് ഒരു സമയം വരെ അത്ര ഡെവലപ്ഡ് അല്ലാത്ത കൺട്രിയിൽ ഡെവലപ്ഡ് ആയ കൺട്രീസ്, നല്ല പവർഫുൾ നേഷൻസ് എന്ത് ചെയ്യും, അവരുടെ കൺട്രിയിലെ ടോക്സിക് വേസ്റ്റുകളൊക്കെ അവിടെ ഡംപ് ചെയ്യാൻ പറ്റാത്തതൊക്കെ കപ്പലിലൊക്കെ കയറ്റി വേറെ കൺട്രീസിലൊക്കെ ഡംപ് ചെയ്യുന്ന ഒരു പ്രവണത ഉണ്ടായിരുന്നു. പക്ഷേ ഗ്രീൻ പീസ് മൂവ്മെൻറ്റ് ഇതിനെതിരെ ശക്തമായി പ്രതികരിച്ച് അതൊക്കെ നിർത്താൻ സാധിച്ചു ഒരു പരിധി വരെ. മൊറട്ടോറിയം ഓൺ കൊമേഴ്ഷ്യൽ വെയിലിംഗ്, അതായത് വെയിൽസിനെ ഒരു കൊമേഴ്ഷ്യൽ ബേസിസ് ബിസിനസ് ലെവലിൽ തന്നെ പിടിച്ച് അതിൻ്റെ ഓയിൽ എക്സ്ട്രാക്ഷനും ഒക്കെ വലിയ രീതിയിൽ നടന്നിരുന്നു. അപ്പോൾ അതിന് ബാൻ ചെയ്യാനും തടയാനും അവർക്ക് സാധിച്ചു. പിന്നെ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ പ്രൊവൈഡിങ് ഫോർ ബെറ്റർ മാനേജ്മെൻറ്റ് ഓഫ് വേൾഡ് ഫിഷറീസ്. വേൾഡ് ഫിഷറീസിൽ ഒരു നല്ല രീതിയിൽ ഒരു മാനേജ്മെൻറ്റ്, അല്ലെങ്കിൽ കുറേ രീതി ലൈക്ക് അൺകൺട്രോൾഡ് വേ ഓഫ് ഫിഷറീസ് നടന്നിരുന്നു. ഫിഷിങ്ങും കാര്യങ്ങളും ഒക്കെ ഈ പറഞ്ഞ വെയിലിംഗ് ഒക്കെ നടന്നിരുന്നു. സോ അത് കുറേ റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരാൻ ഇവർക്ക് യുണൈറ്റഡ് നേഷൻസ് ലെവലിൽ സാധിച്ചു. അതാണ് ഇപ്പോൾ നമുക്ക് ട്രോളിങ് സമയത്ത് മീൻ പിടിക്കാൻ സമ്മതിക്കാത്തതും അങ്ങനത്തെ കുറേ റെസ്ട്രിക്ഷൻസ് ഒക്കെ വന്നത് അങ്ങനെയാണ്. അതുപോലെ സദേൺ ഓഷ്യൻ വെയിൽ സാങ്ച്വറി, ഒരു വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ്റെ ഭാഗമായിട്ട് തന്നെ വെയിൽസിൻ്റെ പ്രൊട്ടക്ഷന് വേണ്ടിയിട്ട് ഈ സദേൺ ഓഷ്യൻ വെയിൽ സാങ്ച്വറി ഫോം ചെയ്യാൻ അവർക്ക് സാധിച്ചു. 50-year മൊറട്ടോറിയം ഓൺ മിനറൽ എക്സ്പ്ലോയിറ്റേഷൻ ഇൻ അന്റാർട്ടിക്ക. അന്റാർട്ടിക്കയിൽ ഒരു 50 വർഷത്തേക്ക് ഒരു രീതിയിലുള്ള മിനറൽ എക്സ്പ്ലോയിറ്റേഷനും നടക്കാതിരിക്കാൻ, അത് ഓഷ്യൻ ലെവലിലായാലും അതിലെ ലാൻഡ് ലെവലിലായാലും ഒന്നും എക്സ്പ്ലോയിറ്റേഷൻ നടക്കാൻ, അവിടുത്തെ മിനറൽസ് കവർന്നെടുക്കാൻ ആരെയും സമ്മതിക്കാത്ത രീതിയിലുള്ള ബാൻ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. ബാൻ ഓൺ ദ ഡംപിങ് അറ്റ് സീ ഓഫ് റേഡിയോ ആക്റ്റീവ് ആൻഡ് ഇൻഡസ്ട്രിയൽ വേസ്റ്റ് ആൻഡ് ഡിസ്യൂസ്ഡ് ഓയിൽ ഇൻസ്റ്റലേഷൻസ്. അപ്പം കടലിൽ നമ്മൾ ഈ ഇൻസിഡൻറ്റ് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിരുന്നല്ലേ, ഓയിൽ ടാങ്കർ മറിഞ്ഞ കേസൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. സോ അങ്ങനത്തെ റേഡിയോ ആക്റ്റീവും ഇൻഡസ്ട്രിയൽ വേസ്റ്റും ഒന്നും കടലിൽ തള്ളാതിരിക്കാനുള്ള ബാൻ അവർക്ക് കൊണ്ടുവരാൻ സാധിച്ചു. എൻഡ് ടു ഹൈ സീ ലാർജ് സ്കെയിൽ ഡ്രിഫ്റ്റ് നെറ്റ് ഫിഷിംഗ്. ലാർജ് സ്കെയിലിൽ നെറ്റ് വല വീഴ്ച കപ്പലയിൽ ഫിഷിംഗ് നടത്തുന്നത് നിർത്താൻ അവർക്ക് സാധിച്ചു. ബാൻ ഓൺ ഓൾ ന്യൂക്ലിയർ വെപ്പൺസ് ടെസ്റ്റിംഗ് വിച്ച് വാസ് ദിയർ ഫസ്റ്റ് എവർ ക്യാമ്പയിൻ. അവരാദ്യം ഫോം ചെയ്തത് തന്നെ നമ്മൾ കണ്ടു അല്ലേ, അലാസ്കയിലുള്ള ഐലൻഡിലെ ന്യൂക്ലിയർ ടെസ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിനെതിരെ അവർ ബാൻ കൊണ്ടുവരാനും അവർക്ക് സാധിച്ചു. അപ്പോൾ ഗ്രീൻ പീസിന് അവരുടെ ഓർഗനൈസേഷൻ കൊണ്ട് സമൂഹത്തിൽ എന്തൊക്കെ മാറ്റം കൊണ്ടുവരാൻ കഴിഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ ഈ ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് എന്തായാലും നിങ്ങൾ നോട്ട് ചെയ്തിരിക്കണം, അത് ലിസ്റ്റ് ഔട്ട് ചെയ്തിരിക്കണം എക്സാംസിലായാലും അസൈൻമെൻറ്റ്സിലായാലും. ഇത് അതുകൊണ്ട് ഇമ്പോർട്ടൻ്റ് ആണ്, അത് ഓർത്തിരിക്കുക പോയിൻറ്റ്സ്. Global peace movements, global avenues of action. Some of the main avenues of actions of Greenpeace movement are as mentioned earlier. അപ്പോൾ നമ്മൾ ഇത്തരം ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ മനസ്സിലായി ഈ ഗ്ലോബൽ ലെവലിൽ ഈ ഗ്രീൻ പീസ് മൂവ്മെൻറ്റിൻ്റെ ആക്ഷൻസ്, അല്ലെങ്കിൽ അവർ എന്തൊക്കെ രീതിയിൽ, അല്ലെങ്കിൽ അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്ക് ഒരു ബേസിക് ഐഡിയ കിട്ടും അല്ലേ. ഇൻ ദ ഏരിയാസ് ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, സേവിങ് സീസ്, സീ വെൽത്ത്, ഇതിനൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുക, പ്രൊട്ടക്ഷൻ ഓഫ് ഏൻഷ്യൻ ഫോറസ്റ്റ്, protesting against genetic engineering, elimination of toxic chemicals, nuclear test നിർത്തലാക്കുക, encouraging sustainable trade, എക്സ്പ്ലോയിറ്റേഷൻസ് ഒന്നും വരാത്ത രീതിയിൽ എങ്ങനെ ഒരു സസ്റ്റൈനബിൾ ട്രേഡ് നിലനിർത്താം. കാരണം ഡിമാൻഡ് കൂടുന്നതനുസരിച്ചിട്ട് ആൾക്കാരുടെ ഈ കൊമോഡിറ്റി വിൽക്കാൻ വേണ്ടിയിട്ട് എക്സ്പ്ലോയിറ്റേഷൻ സംഭവിക്കുക അല്ലേ. അപ്പോൾ അതൊന്നും നടക്കാതിരിക്കാൻ ആ ഒരു ബാലൻസ് നിലനിർത്താൻ, അതുപോലെ ന്യൂക്ലിയർ വെപ്പൻ്റെ ഉപയോഗം കുറയ്ക്കുക അല്ലെങ്കിൽ നിർത്തുക എന്നുള്ളത് കുറേ ആയിരുന്നു അവരുടെ ഏരിയ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വി ക്യാൻ ജസ്റ്റ് സീ ആൻ അസസ്മെൻറ്റ് ഓൺ ഗ്രീൻ പീസ് മൂവ്മെൻറ്റ്. വാട്ട് ഈസ് ഗ്രീൻ പീസ് മൂവ്മെൻറ്റ്, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഒരു അനാലിസിസ് നമുക്ക് നടത്തുകയാണെങ്കിൽ, ഗ്രീൻ പീസ് ഈസ് ആൻ ഓർഗനൈസേഷൻ ദാറ്റ് ഹാസ് ഗാർഡൻഡ് വേൾഡ് അറ്റൻഷൻ
and a new member through its rather unorthodox approach and techniques meant to call attention to the degradation of the Earth's ecosystem. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ്, വീണ്ടും വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. ഏർത്തിൻ്റെ എക്കോസിസ്റ്റം നിലനിർത്താൻ വേണ്ടി, അതിൻ്റെ ഡീഗ്രഡേഷൻ കുറയ്ക്കാൻ വേണ്ടി ഒരു യുണീക്ക് മെത്തേഡ് വഴി ലോകത്തിൻ്റെ അറ്റൻഷൻ സീക്ക് ചെയ്ത അല്ലെങ്കിൽ നേടിയെടുത്ത ഒരു ഓർഗനൈസേഷനാണ് ഗ്രീൻ പീസ്. Many development countries around the world are increasingly integrating environmental protection into the mainstream of economic and political policy. ഇപ്പോൾ എക്കണോമിക്കൽ പോളിസീസ് ആയാലും പൊളിറ്റിക്കൽ പോളിസീസ് ആയാലും ഒക്കെ പല കൺട്രീസും ഇപ്പം എന്താണ് എൻവയറമെൻറ്റൽ പ്രൊട്ടക്ഷനെയും കണക്കിലെടുക്കുന്നുണ്ട്. അത് ഈ ഗ്രീൻ പീസ് മൂവ്മെൻറ്റിൻ്റെ സ്ട്രോങ് ആയിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ ജനശ്രദ്ധ നേടിയത് കൊണ്ട് മാത്രം ആണ്. Greenpeace doesn't necessarily have the solutions to these problems and certainly isn't equipped to put them into practice. This requires the combined effort of government, corporation, public institution, and environmentalist, and demands a high degree of cooperation and collaboration. So it's clear, right? The Greenpeace movement will only protest against these problems with the basic information they have, that this thing is bad for nature or this thing is bad for the environment. അപ്പം ഇത് മോശമാണ് പ്രകൃതിക്കെന്നവർക്കറിയാം, അതിനെതിരെ അവർ പ്രൊട്ടസ്റ്റ് ചെയ്യും. പക്ഷേ ദേ ഡോണ്ട് ഹാവ് എ സൊല്യൂഷൻ ഫോർ ഇറ്റ്. അത് ആര് കൊണ്ടുവരണം? ഗവൺമെൻറ്റും ഒഫീഷ്യൽസും വലിയ വലിയ റിസർച്ച് സയൻറ്റിസ്റ്റും എല്ലാവരും കൂടെ ചേർന്നിരുന്ന് ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കണം. അത് ഗ്രീൻ പീസ് ഓർഗനൈസേഷൻ്റെ കൺട്രോളുള്ളതല്ല, പക്ഷേ അവർക്ക് അതിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്യാൻ മാത്രമേ സാധിക്കുകയുള്ളൂ. അത് അവർ ചെയ്യുന്നുമുണ്ട്. സോ ദേ ക്യാൻ പ്രൊട്ടസ്റ്റ് അഗെയിൻസ്റ്റ് ദീസ് കൈൻഡ് ഓഫ് ഇഷ്യൂസ്, ബട്ട് ദേ ഡോണ്ട് ഹാവ് ദ solution for it. That should be coming from the government officials, the research scientists, the environmentalists, and all those public institutions. So these kind of things need high cooperation from the public side as well. GreenJobs. In 1990s, more and more developed countries began to concern about the rapid deterioration of environment and the unsustainable development practices adopted worldwide. Some of them even began policy initiatives to restrain this. Norway, Netherlands, European Commission, and Japan are some of the countries implementing strategic plans which place the environment in the policy mainstream. അപ്പം 1990s ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതുപോലത്തെ എക്സ്പ്ലോയിറ്റേഷനൊക്കെ ഒരുപാട് കൂടി. കാരണം ആൾക്കാരുടെ ആവശ്യം കൂടുന്നതനുസരിച്ചിട്ട് ബിസിനസ് വളർത്താൻ വേണ്ടി പ്രകൃതിയെ ഒന്നും നോക്കാതെ തന്നെ ഫാക്ടറീസ് ആയാലും ബാക്കി റിസോഴ്സസിൻ്റെ ഒക്കെ കൺസംഷനൊക്കെ കൂടി. അപ്പോൾ അത് എൻവയൺമെൻറ്റ് നല്ല രീതിയിൽ ബാധിക്കാൻ തുടങ്ങിയപ്പോൾ പല കൺട്രീസും ഇത് ശ്രദ്ധിക്കാൻ തുടങ്ങി. നോർവേ, നെതർലൻഡ്, ജപ്പാൻ പോലുള്ള കൺട്രീസ് ഇതിനെതിരെ സ്ട്രാറ്റജിക് പോളിസീസും കൊണ്ടുവന്നു. In many of the developed countries, it has been noticed that in spite of the economic growth on the one hand, unemployment does not stop growing. അപ്പം ഇങ്ങനെയൊക്കെ ചെയ്യുമ്പം ആൾക്കാർ ആദ്യം പറഞ്ഞിരുന്നത് ഇത് ജോലിയുടെ ഓപ്പർച്യൂണിറ്റി കൂട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണ് ഫാക്ടറീസൊക്കെ കൂടിയാൽ. പക്ഷേ നമ്മൾ അനാലിസിസ് നടത്തുമ്പം ഇത്രയൊക്കെ വളർച്ച എക്കണോമിക് ഗ്രോത്ത് ഉണ്ടായെങ്കിലും അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മയ്ക്ക് ഒരു കുറവും സംഭവിച്ചുമില്ല. അപ്പം അറ്റംപ്റ്റ്സ് വെർ മെയ്ഡ് ടു ഫൈൻഡ് വേസ് ദാറ്റ് മേ ജനറേറ്റ് മോർ എംപ്ലോയ്മെൻറ്റ് അലോങ് വിത്ത് എൻവയൺമെൻറ്റ് റീജനറേഷൻ. അപ്പം പ്രകൃതിയെ സംരക്ഷിക്കുക, അതോടൊപ്പം തന്നെ ഈ എക്കണോമിക് ഗ്രോത്തും എംപ്ലോയ്മെൻറ്റും വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ള പല ഡിസ്കഷൻസും ചർച്ചകളും ആ സമയത്ത് നടന്നു. It has been found that adopting an economic and political ecologist policy may reduce job opportunities in certain sectors, but in certain other sectors it may create more opportunities, more than what we have lost. അപ്പോൾ ഇങ്ങനെ പൊളിറ്റിക്കൽ എക്കോളജിസ്റ്റ് പോളിസീസ് ഒക്കെ കൊണ്ടുവരുമ്പം ജോബ് ഓപ്പർച്യൂണിറ്റീസ് കുറയും, പക്ഷെ ചില സെക്ടറിൽ ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂടുന്നതായിട്ടും അവർ കണ്ടു. ഫോർ എക്സാമ്പിൾ, റിന്യൂവബിൾ എനർജി വിത്ത് റെസ്പെക്ട് ടു ന്യൂക്ലിയർ പവർ, മാനേജ്മെൻറ്റ് ഓഫ് ദ ഡിമാൻഡ് ഫോർ വാട്ടർ, repair measures, and rational irrigation as opposed to large hydraulic works, the development of public transport and the railways rather than automobiles, recycling rubbish instead of dumping waste. അപ്പം വേസ്റ്റ് ഡംപിങ് ആയിരുന്നു ആദ്യം നടന്നുകൊണ്ടിരുന്നെങ്കിൽ അവിടെ വേസ്റ്റ് ഡംപ് ചെയ്യാൻ ആൾക്കാർക്ക് ജോലി ഉണ്ടോ എന്നൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു? റീസൈക്ലിംഗ് ഓഫ് വേസ്റ്റ് കൊണ്ടുവന്നപ്പോൾ അവിടെ ആ ടെക്നോളജി വളരുകയും അവിടെയും ജോബ് ഓപ്പർച്യൂണിറ്റീസ് ആൾക്കാർക്ക് ഉണ്ടാവുകയും ചെയ്തു. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് നമുക്ക് മനസ്സിലാവാൻ. ആദ്യം നമ്മൾ വിചാരിച്ചത് ഈ വേസ്റ്റ് കളക്ഷൻ, വേസ്റ്റ് ഡംപിങ് ഒക്കെ ഒരു ജോലി ഉണ്ടാക്കുന്നു, പലർക്കും ജോലി അവസരങ്ങളാണ്, അത് നശിപ്പിക്കരുതെന്നൊക്കെ പറയും. പക്ഷേ നമ്മൾ വേസ്റ്റ് മാനേജ്മെൻറ്റ് ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പം ആ വേസ്റ്റ് മാനേജ്മെൻറ്റിൻ്റെ ഭാഗമായിട്ടും നമുക്ക് കുറേ ജോലി സാധ്യതകളുണ്ട് എന്ന് മനസ്സിലാക്കി. അതൊരു എക്സാമ്പിൾ മാത്രമാണ്. സിമിലർലി ദെർ ആർ മെനി അതർ എക്സാമ്പിൾസ്. അതാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ജസ്റ്റ് യു ക്യാൻ ഗോ ത്രൂ ഇറ്റ്.
അതായത് ലാർജ് ഹൈഡ്രോളിക് വർക്ക്സ് തന്നെ വേണം എന്നില്ല, റാഷണൽ ഇറിഗേഷൻ വരുമ്പോഴും അവിടെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നാണ് അവർ പറയുന്നത്. There are also other measures such as forestry activity designed to reduce the risk of fires, surveillance of natural and national parks, environmental studies and inspection, wastewater treatment, anti-pollution control, measurement in industry, eco audit, environmental management systems in company, etc., which not only have a positive environmental impact but also create employment. അപ്പോൾ ഇങ്ങനത്തെ ചേഞ്ചസ് എൻവയൺമെൻറ്റലിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള പല പോളിസീസ് വരുമ്പോഴും അത് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കൂട്ടുന്നതേ ഉള്ളൂ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് ആണ് പറയുന്നത്. അതായത് ഇപ്പോൾ കാട്ടുതീ തടയാൻ വേണ്ടിയിട്ട് അവിടെ സർവേലൻസ് വെക്കുകയാണ്. അപ്പോൾ അവിടെ ഹ്യൂമൻ ഹെൽപ്പും വേണം, അതേസമയം ടെക്നോളജിക്കൽ ഹെൽപ്പും വേണം. അപ്പോൾ അത് രണ്ടിനും വേണ്ടി അവിടെ മാൻ പവർ ആവശ്യമുണ്ട്. അതനുസരിച്ചുള്ള ജോബ് ഓപ്പർച്യൂണിറ്റി കൂടും. അപ്പോൾ അവിടെ ടെക്നോളജി പാർട്ടിൽ ചിലപ്പം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ക്യാമറ സെറ്റപ്പ് ആണെങ്കിലോ അല്ലെങ്കിൽ അവിടെ സെൻസേഴ്സ് ഫിറ്റ് ചെയ്യണമെങ്കിൽ അവിടെ എൻജിനീയേഴ്സിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റി കൂടുകയാണ്. അല്ലെങ്കിൽ അവിടെ ഒരു വാച്ച്മാൻ്റെ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഒരു ജോബ് ഓപ്പർച്യൂണിറ്റി വരികയാണ്. അങ്ങനെ പല രീതിയിൽ നമ്മൾ ടെക്നോളജിക്കൽ ഇമ്പ്രൂവ് ചെയ്യുമ്പോഴും ജോബ് ഓപ്പർച്യൂണിറ്റീസ് അവിടെ കൂടുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കും. അതിനുള്ള എക്സാമ്പിൾസ് നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. നാഷണൽ പാർക്ക് പ്രൊട്ടക്ഷൻ ആണെങ്കിലും waste management, water treatment, anti-pollution control, etc., etc. I hope it's clear. If a job or industry is to be characterized as sustainable in the long term, then it must have the overall effect of reducing the negative impact on the environment. ഒരു ജോലി അല്ലെങ്കിൽ ഒരു സ്ഥാപനം ലോങ് റണ്ണിൽ നിലനിൽക്കണം അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ആണ് എന്ന് നമുക്ക് പറയണമെങ്കിൽ അത് വെറുതെ എക്കണോമിക് ഗ്രോത്ത് മാത്രം ഉണ്ടായാൽ പോരാ, മറിച്ച് എൻവയൺമെൻറ്റൽ പ്രകൃതിയിൽ ഈ എക്കോ സിസ്റ്റത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട്സ് ഉണ്ടാക്കാതെയും ഇരിക്കണം. എങ്കിൽ മാത്രമേ ആ കമ്പനിക്ക് ഒരു സസ്റ്റൈനബിൾ ആണെന്ന് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അക്കോർഡിംഗ് ടു സാറ ബ്ലൂസ്റ്റീൻ, environmental sector is a term used to collectively describe the companies involved in business design to limit negative environmental impacts. ILO has been identified 9 broad subsectors of environment industries. അപ്പം സാറ ബ്ലൂസ്റ്റീൻ പ്രകാരം എൻവയൺമെൻറ്റൽ സെക്ടർ എന്ന് പറയുന്നത് ഇസ് എ ടേം യൂസ്ഡ് ടു കളക്റ്റീവ് ഡിസ്ക്രൈബ് കമ്പനീസ് ബിസിനസ് ഡിസൈൻസ് മാത്രം ടു ലിമിറ്റ് ദ നെഗറ്റീവ് എൻവയൺമെൻറ്റൽ ഇമ്പാക്റ്റ്. ഈ എൻവയൺമെൻറ്റിലുള്ള നെഗറ്റീവ് ഇമ്പാക്റ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് ഇൻവോൾവ് ആയിരിക്കുന്ന ബിസിനസ്സുകളെയാണ് നമ്മൾ ഈ എൻവയൺമെൻറ്റൽ സെക്ടർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സോ ആ എൻവയൺമെൻറ്റൽ സെക്ടേഴ്സിൽ അതനുസരിച്ചിട്ടുള്ള ജോലി സാധ്യതകളുമൊക്കെ ഉണ്ട്, വിച്ച് വിൽ ഡിസ്കസ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. സോ അത് ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും എന്താണൊക്കെ ആ ജോബ് ഓപ്പർച്യൂണിറ്റി ഒക്കെ എൻവയൺമെൻറ്റൽ സെക്ടറും ഒക്കെ. സോ ദ ടൈപ്സ് ഓഫ് ജോബ് ഇൻ ദിസ് കാറ്റഗറി ഇൻക്ലൂഡ്സ് എനർജി ഓഡിറ്റിംഗ്, ഇവാലുവേഷൻ ഓഫ് എനർജി റിക്വയർമെൻറ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, പ്രോഡക്റ്റ് ആൻഡ് സിസ്റ്റം ഡിസൈൻ, മാനുഫാക്ചറിംഗ്, മാർക്കറ്റിംഗ്, സെയിൽസ്, ട്രാൻസ്പോർട്ട്, ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, എഡ്യൂക്കേഷൻ ആൻഡ് ട്രെയിനിങ്. ഞാൻ നോക്കിയിട്ട് അവയർനെസ്സും ട്രെയിനിങ്ങും ആണ് ഇതിൽ ഏറ്റവും കൂടുതൽ അല്ലേ. അപ്പം നമുക്ക് എന്തൊക്കെ ടെക്നോളജീസും ഒക്കെ ഇംപ്ലിമെൻറ്റ് ചെയ്താലും ആ ഒരു അവയർനെസ് ആൾക്കാർക്ക് ഉണ്ടായെങ്കിൽ മാത്രമേ നമുക്ക് പ്രകൃതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സോ ഈ ഏരിയാസ് എല്ലാം ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ടേംസ് ഓഫ് എൻവയൺമെൻറ്റൽ സെക്ടറിൽ വരുന്നതാണ്. ഈ പ്രകൃതിയെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ലെവലിൽ നമുക്ക് എന്തൊക്കെ പോളിസീസ് ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്നൊക്കെ ഡിസ്കസ് ചെയ്യണമെങ്കിൽ ആ രീതിയിലുള്ള എഡ്യൂക്കേഷൻ അവർക്കുണ്ടാവണം, ആ രീതിയിലുള്ള റിസർച്ച് അവർക്ക് ചെയ്യാനുള്ള സാഹചര്യം ഒരുക്കണം. ഇനി ഈ ഒരു പോളിസി നമ്മൾ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ എന്തൊക്കെ മെത്തേഡ്സ് കൊണ്ടുവരാം, അതിന് സിസ്റ്റം ഡിസൈനിങ്, അതിന് നമുക്ക് എന്തൊക്കെ റിസോഴ്സ് ആവശ്യമുണ്ടെന്നുള്ള അനാലിസിസ്. അപ്പോൾ ഇതെല്ലാം അതിൻ്റെ ഭാഗമാണ്. ഇനി നമ്മളൊരു പ്രോഡക്റ്റ് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ഇൻസ്റ്റലേഷൻ, മെയിൻ്റനൻസ്, ഇപ്പോൾ ബയോഗ്യാസ് സെറ്റപ്പ്, അപ്പോൾ അതിൻ്റെ അനാലിസിസ്, അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം, ഇതെല്ലാം job opportunities തന്നെ ആണ് in the environmental sector. Other renewable energy options that could generate new jobs include, നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ, വിൻഡ്, സോളാർ, തെർമൽ ഇലക്ട്രിസിറ്റി ആൻഡ് പ്രോസസ് ഹീറ്റ്, ബയോഗ്യാസ്, വുഡ്, ആൽക്കഹോൾ, സോളാർ ബിൽഡിംഗ്സ്, ഡേ ലൈറ്റിംഗ്, വേസ്റ്റ് മാനേജ്മെൻറ്റ് ആൻഡ് ക്ലീൻ പ്രൊഡക്ഷൻ ആർ അനദർ വേ ഓഫ് ഫാസ്റ്റ് ഗ്രോയിങ് എൻവയൺമെൻറ്റൽ ഇൻഡസ്ട്രി. അപ്പം എൻവയൺമെൻറ്റൽ ഇൻഡസ്ട്രിയിൽ ഇതെല്ലാം ജോലി സാധ്യതകളാണ്. അതിന് വേണ്ട കാര്യങ്ങളാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോയിൻസും. അതായത് പല സ്കോപ്പുണ്ട്, എഡ്യൂക്കേഷൻ, ട്രെയിനിങ് മുതൽ സിസ്റ്റം ഡെവലപ്മെൻറ്റ്, ടൂൾ ഡിസൈനിങ്ങും മെയിൻ്റനൻസും എല്ലാം ഇതിൻ്റെ ഭാഗമാണ്. സോ ഇറ്റ്സ് വെരി സിമ്പിൾ, യു ജസ്റ്റ് ഗോ ത്രൂ ഇറ്റ്.
So that's it. Thanks for watching. We have completed the Greenpeace movement. ഒരു ബേസിക് ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. എന്നിട്ട് ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് തെറോവായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം ഇതിൻ്റെ പാർട്ട് 1 ആൻഡ് പാർട്ട് 2 മനസ്സിലാക്കിയ ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ഒന്ന് വായിച്ചാൽ you can just easily score full marks for this particular topic, because I have covered almost all the topics regarding Greenpeace movement. So that's it. If you have any doubt, please do ask in the comment box, and if you want any new topic to be discussed, mention that as well. If you find this video useful, then please do like, share and subscribe and share it with your friends. Thank you.